ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പോകുന്നത് കാന്തല്ലൂരേക്കാണ്. കാന്തല്ലൂരേക്ക് പോകുമ്പോൾ നമുക്ക് 2 വനങ്ങൾ ക്രോസ് ചെയ്യാനുണ്ട്. ആ വനത്തിന്റെ മധ്യഭാഗത്തായിട്ട് 2 സ്റ്റേറ്റുകൾ തരംതിരിയുന്നുണ്ട്, കേരളവും തമിഴ്നാടും. നമുക്ക് പോവാന്നുണ്ടെങ്കിൽ നല്ല റൂട്ട് ഞാൻ പറഞ്ഞുതരാം. ചേലക്കര പഴയന്നൂർ റോഡിൽ കയറിയിട്ട് അവിടുന്ന് പാലക്കാട് റോഡിൽ കൊടുവായൂർ വഴി കയറിയിട്ട് നമുക്ക് മീനാക്ഷിപുരം ഹൈവേയിലേക്ക് എത്താം. അവിടുന്ന് അമ്പരപ്പാളയം സേതുമടൈ പൊള്ളാച്ചി റോഡിൽ കയറിയാൽ ജംഗ്ഷനിലേക്ക് എത്തും. ആ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ആനമലൈ പൂലങ്കിരി റോഡിൽ കയറിയാൽ ആനമലൈ ജംഗ്ഷനിലെത്തും. അവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കുറച്ച് പോയാൽ ദലി റോഡ് കിട്ടും. ആ റോഡിന് കയറിയിട്ട് ആനമലൈ ഉദുമൽപേട്ട റോഡിൽ മൂന്നാർ റോഡിന് കയറുക. അങ്ങനെ വന്നിട്ട് നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്താലാണ് നമുക്ക് മറയൂർ റോഡ് കിട്ടുക. മറയൂരിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാതും നമുക്ക് കണ്ടാസ്വദിക്കാം. മറയൂർ എത്തിക്കഴിഞ്ഞാൽ വാ നമുക്ക് കാന്തല്ലൂർ വരെ പോകാലോ, നിങ്ങളില്ലേ കൂടെ? ഈ ഒരു യാത്രയുടെ പ്രധാന വൈബ് എന്താണെന്നറിയോ? 2 കാടുകൾ കടന്നിട്ട് വേണം നമുക്ക് ഈ പറഞ്ഞ മറയൂരും കാന്തല്ലൂരും ഒക്കെ എത്താൻ. ആനമലൈ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് ആനമലൈ ഫോറസ്റ്റിലൂടെ പോകുമ്പോൾ നമുക്ക് അമരാവതി ഡാമും അതുപോലെ തന്നെ അമരാവതി ആ ഒരു പുഴയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അവിടെ മുതലകൾ ഉണ്ട് കേട്ടോ. നമുക്ക് ആ റോഡ് സൈഡിൽ നിന്നാൽ തന്നെ വെള്ളത്തിലേക്ക് നോക്കിയാൽ മുതലകളെ കാണാം. അവിടുന്ന് വീണ്ടും മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും 2 അതിർത്തി പങ്കിടുന്ന ഒരു വനമേഖല കിട്ടും, ചിന്നാർ ഫോറസ്റ്റ്. ചിന്നാർ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് നമ്മൾ ചിന്നാർ വനത്തിലൂടെ വേണം നമ്മൾ പോകാനും മറയൂരേക്ക്. നല്ല റോഡാണ്, നല്ല റൂട്ടുമാണ്. മറയൂരിന് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കേരളത്തിലെ സാൻഡൽ ഫോറസ്റ്റ് കാണണമെങ്കിൽ നിങ്ങൾ മറയൂർ വരണം. അവിടെ ഇതുപോലുള്ള കാട്ടുപോത്തിനൊക്കെ നമുക്ക് കാണാം. പിന്നെ നമുക്ക് കാന്തല്ലൂർ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന മുരുകൻ പാറയ്ക്ക് മുകളിലേക്ക് ഓഫ് റോഡ് ട്രെക്കിംഗ് ഉണ്ട്, മുനിയറൊക്കെ കാണാം. പിന്നെ മറയൂർ ശർക്കര, അത് പേര് കേട്ട ശർക്കരയാണ് കേട്ടോ, വളരെ ഫേമസ് ആണ്. ആ ശർക്കര ഉണ്ടാക്കുന്നതും അവിടെ ഉണ്ടാക്കുന്നിടത്തുനിന്ന് തന്നെ നമുക്കത് വാങ്ങാനുള്ള സൗകര്യം കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ താമസിച്ച കാന്തല്ലൂരിലെ റിസോർട്ടിന്റെ ഫ്രണ്ട് ഭാഗത്തു നിന്നുള്ള വ്യൂ. അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ താമസിച്ചത് ഈ ചീനി റിസോർട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. ചീനി റിസോർട്ടിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ കുറെ പറയാനുണ്ട്. കാരണം നമ്മൾ എങ്ങോട്ടേക്ക് ടൂർ പോകുമ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും റൂമുകൾ ബുക്ക് ചെയ്തിട്ട് പോകരുത്. അവിടെ പോയിട്ട് നമുക്ക് നല്ല വൈബ് കിട്ടുന്നിടത്ത് റൂം എടുക്കണം. ചീനി റിസോർട്ടിന്റെ ആകാശ വ്യൂ ആണ് ഈ കാണുന്നത്. കാന്തല്ലൂരിലേക്കുള്ള യാത്രാ മധ്യേ കണ്ട് അമരാവതി ഡാമിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പിന്നെ ഹണി റോക്കിന്റെ ഒരു പാറ തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ വളരെ മനോഹരമായ ഒരു ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ. കാന്തല്ലൂർ ഭാഗത്ത് വാട്ടർഫാൾസുകളെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. പല ഭാഗങ്ങളിൽ പല വിധത്തിലുള്ള വാട്ടർഫാൾസുകളാണ്. ഇത്ര ഹൈറ്റിൽ നിന്ന് വെള്ളം വരുന്നതും അതുപോലെ തന്നെ മറയൂർ ഫോറസ്റ്റിന്റെ ഓരോ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാം. ഇവിടുന്ന് കാന്തല്ലൂർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ തണുപ്പും കോടമഞ്ഞും ഒക്കെ നന്നായിട്ട് ആസ്വദിക്കണം. അപ്പോൾ നമ്മൾ സീസൺ നോക്കിയിട്ട് തന്നെ വേണം ഇങ്ങോട്ട് വരാൻ. തണുപ്പ് സീസണിലാണ് ഇവിടെ നല്ല വൈബ്. നമ്മൾ ഒരുപാട് ഭാഗത്തേക്ക് ടൂറായിട്ട് പോയിട്ടുണ്ടെങ്കിലും ഫാമിലിയൊക്കെ എൻജോയ് ചെയ്തത് ഈ ചീനി റിസോർട്ട് തന്നെയാണ് കേട്ടോ. ഇവിടെ വൈകുന്നേരങ്ങളിൽ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട്. അതുകൂടാതെ കപ്പിൾസിനായിട്ട് തയ്യാറാക്കിയ ഹട്ടുകളുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങളിവിടെ എത്തിയത് ഒരു വീക്കെൻഡ് അല്ലാത്ത ദിവസമായത് കൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ലൈവായിട്ട് റിസോർട്ട് ബുക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഈ റിസോർട്ട് ബുക്കഡ് ആയിരിക്കും. ഇവരുടെ പാക്കേജിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരിക്കും. ബാക്കിയുള്ള ഫുഡുകൾ നമുക്ക് പുറത്ത് പോയിട്ട് കഴിക്കാനും പറ്റും. പിന്നെ നമ്മൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കറങ്ങാൻ പോവല്ലോ. ഓഫ് റോഡ് ട്രക്കിങ്ങിനും ജീപ്പ് സഫാരി ഒക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ ഫുഡ് ഓരോ ഹോട്ടലുകളിൽ നിന്ന് കഴിച്ചാൽ മതി. ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചീനി റിസോർട്ടിനെ കുറിച്ച് പറയാൻ കാരണം ചീനി റിസോർട്ട് വേറൊരു വൈബാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവരുടെ കോൺടാക്ട് നമ്പർ എന്തായാലും ഞാൻ കൊടുക്കുന്നുണ്ട്. 7306 546 299 ആണ് ഇവരുടെ കോൺടാക്ട് നമ്പർ. ഒന്നും കൂടി പറയാം, 7306 546 299. എന്ത് തന്നെയാലും ഈ വീഡിയോ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഇനി നമുക്ക് കാന്തല്ലൂരിലെ വിശേഷങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറയൂർ സാൻഡൽ ഫോറസ്റ്റ്, ഒരുപാട് വാട്ടർഫാൾസുകൾ, പിന്നെ നമ്മൾക്ക് വലിയൊരു കുന്നിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു പാറമലുള്ള തേനീച്ചക്കൂട്, ഹണി റോക്ക് കാണണം. ഹണി റോസ് അല്ല കേട്ടോ, ഹണി റോക്ക് കാണണം. അതുകൂടാതെ മറയൂർ ശർക്കര നമ്മൾക്ക് വാങ്ങണം. അതുകൂടാതെ അടുത്തതായിട്ട് നമുക്ക് ഭ്രമരം ഷൂട്ട് ചെയ്ത ആ ഒരു ഫിലിം ലൊക്കേഷനൊക്കെ കാണണം. അങ്ങനെയുള്ള വിശേഷങ്ങളുമായിട്ട് ഇവിടുത്തെ ട്രഡീഷണൽ കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ അനുയോജ്യമായി കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെക്കും ബൈ. അയ്യോ, ഒരു കാര്യം ഞാൻ ഈ വീഡിയോയിൽ ചേർക്കാൻ മറന്നുപോയി. കാന്തല്ലൂരിലെ ഈ ചീനി റിസോർട്ടിലെ ബാൽക്കണിയിൽ ഇരുന്നിട്ട് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്താൻ പറ്റിയതും
മറയൂരും കാന്തല്ലൂരും ഒക്കെ ഇങ്ങനെ അടുത്തറിയാൻ പറ്റിയതും അതുപോലെ തന്നെ കാന്തല്ലൂരിൽ ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കി തന്നതും ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് റിയാസ്. അവനിക്കാണ് അതിന്റെ ഫുൾ ക്രെഡിറ്റ്. ആ കാര്യം ഞാൻ ഈ വീഡിയോന്റെ തുടക്കത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു, മറന്നുപോയി. റിയാസ് കാന്തല്ലൂരിൽ പ്രൊജക്റ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്, റിസോർട്ടുകളുടെ ഒക്കെ. അപ്പൊ നമുക്ക് റിയാസിന്റെ കാര്യങ്ങളും വിശേഷങ്ങളും കാന്തല്ലൂരിലും മറയൂരിലും അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ തന്നെ കാണാം.